AK ബാലൻ മാധ്യമങ്ങളെ കാണും തത്സമയം. പാലക്കാട് ഞങ്ങൾക്ക് നടപ്പിലാക്കേണ്ടി വന്നത്. അപ്പോൾ സ്വാഭാവികമായും അവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ഞങ്ങൾ 3-ാം സ്ഥാനത്താണ്. അപ്പം 3-ാം സ്ഥാനത്തുള്ള ഞങ്ങൾക്ക് 1-ാം സ്ഥാനത്തേക്ക് വരണമെങ്കിൽ ശക്തമായ പ്രത്യേകിച്ച് BJPക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാട് ഒരു ഭാഗത്തും, UDFനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാട് മറ്റൊരു ഭാഗത്തും. ഈ രണ്ട് നിലപാടും സ്വീകരിച്ചുകൊണ്ടാണ് ശരി, AK ബാലന്റെ പ്രതികരണമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വടകര ഡീലിന്റെ തുടർച്ചയാണ് പാലക്കാട് കണ്ടത്. RSSൽ നിന്നും വിട പറയാതെയാണ് ഒരു നേതാവ് പ്രവർത്തിച്ചത്. സന്ദീപ് വാര്യർ ഒരു പാലമാണ്. 3-ാം സ്ഥാനത്തുള്ള ഞങ്ങൾക്ക് 1-ാം സ്ഥാനത്ത് വരണമെങ്കിൽ ശക്തമായ നിലപാടെടുക്കേണ്ടി വരും. ആ നിലപാടെടുത്തതിന്റെ ഗുണം അവിടെ ഉണ്ടായി. കാരണം വോട്ട് വർധന ഉണ്ടായല്ലോ സരിൻ. അപ്പോൾ അതെല്ലാം ചൂണ്ടിക്കാട്ടിയുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണമാണ്. ഒരു താക്കീതായിരിക്കും എന്നാണ് UDF പറഞ്ഞതെങ്കിൽ, UDFന്റെ നെറുകെട്ട വർഗീയ പീഡനത്തിനുള്ള കേരളത്തിലെ ജനങ്ങളുടെ മുന്നറിയിപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. സഖാവ് സരിൻ കേരള രാഷ്ട്രീയത്തിലെ തിളങ്ങുന്നൊരു നക്ഷത്രമാകാൻ പോവുകയാണ്. അദ്ദേഹത്തെ ഡീമോറലൈസ് ചെയ്യാൻ, അദ്ദേഹത്തെ ആക്രമിക്കാൻ ഇടതുപക്ഷം സമ്മതിക്കില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമ്മതിക്കില്ല. ഇതാണ് ഇതിന്റെ ഭാഗമായി സൂചിപ്പിക്കാനുള്ളത്. പാലക്കാട് ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല രൂപത്തിലുള്ള നേട്ടം ഞങ്ങൾക്കുണ്ടായി. കഴിഞ്ഞ 3-4 വർഷക്കാലത്തെ വോട്ടിന്റെ പാറ്റേൺ നോക്കിയാൽ അതാണ് തെളിയിക്കുന്നത്. 4-5 മാസം കൊണ്ട് മാത്രം ലോകസഭയിൽ കിട്ടിയതിനേക്കാളും 2500 വോട്ട്, അതും ഒരു PB മെമ്പർക്ക് കിട്ടിയതിനേക്കാളും കിട്ടിയത് സരിന്റെ വ്യക്തിത്വത്തെയാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയത്തെയാണ്, ഈ ഗവൺമെന്റിനോടുള്ള അംഗീകാരമാണ് പാലക്കാട്ടെ ജനത തെളിയിച്ചത്. ചേലക്കരയിലുള്ള ജനത തെളിയിച്ചത്. വയനാട്ടിൽ പിന്നോട്ടടിയുണ്ടായി. ആ പിന്നോട്ടടിയുടെ പ്രധാനപ്പെട്ട കാരണം ഒരു ദേശീയ നേതാവ് മത്സരിക്കുന്നു. ആ ദേശീയ നേതാവ് മത്സരിക്കുന്ന സമയത്ത് സാധാരണ നിലയിൽ അവർ ഇന്ത്യ ബ്ലോക്കിന്റെ ഭാഗമാണ്. ആ ഇന്ത്യ ബ്ലോക്കിന്റെ ഭാഗമായ ഒരാൾക്ക് സ്വാഭാവികമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്കെതിരായി ഒരു ദേശീയ നേതാവാണ് മത്സരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് പിന്നെ പത്രദൃശ്യ മാധ്യമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള കൃത്രിമത്വമുള്ള കുറെ പ്രചരണത്തിന്റെയും ഭാഗമായി കുറച്ച് വോട്ടുകൾ വിചാരിച്ചത് കിട്ടിയിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അപ്പോഴും മനസ്സിലാക്കണം, 17,100 കോടി രൂപ ആസ്തിയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. 170 കോടി രൂപ BJPക്ക് കള്ളപ്പണം ഇനത്തിൽ വൈറ്റാക്കാൻ വേണ്ടി കൊടുത്ത ഒരു കുടുംബത്തിലെ ഒരു പ്രതിനിധിയാണ് ഇവിടെ മത്സരിക്കുന്നത്. അതൊന്നും ഇവിടെ രാഷ്ട്രീയ ചർച്ചയാക്കിയില്ല. ഫാസിസത്തിനെതിരായിട്ടുള്ള നീക്കത്തിന്റെ ഭാഗമായി ഭരണഘടനയും ജനാധിപത്യവും സംരക്ഷിക്കാൻ വേണ്ടി രൂപം കൊണ്ട ഇന്ത്യ മുന്നണിയുടെ ഒരു നേതാവാണ് ഇവിടെ വന്ന് LDFനെതിരായിട്ട് മത്സരിക്കുന്നത്. ഇതുകൂടി ഇതിന്റെ ഭാഗമായി കൂട്ടിച്ചേർത്ത് പറയാൻ നിർബന്ധിക്കപ്പെടുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ഞാൻ ചോദിക്കട്ടെ, 11,000 വോട്ട് BJPന്റെ ആർക്കാ പോയത്? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കിട്ടിയ 11,000 വോട്ട് എവിടെ പോയി? അത് ചിലപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, ഡോക്ടർ ശ്രീധരന്റെ വ്യക്തിത്വം. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൃഷ്ണകുമാർ മത്സരിച്ച സമയത്ത് അദ്ദേഹത്തിന് കിട്ടിയ അത് 600 വോട്ടാണ്. ആ 3,500 വളരെ വ്യക്തിയല്ലേ UDFലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത്. സംഘടനാപരമായിട്ടുള്ള ഞങ്ങൾക്ക് എന്തെങ്കിലും ദൗർബല്യങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളത്
കൃത്യമായി പരിശോധിച്ച് വിലയിരുത്തി കുറവുകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. പക്ഷേ അറിയപ്പെടുന്ന ഹാർഡ് കോർ BJP വോട്ട് എവിടെ പോയി? ആ വോട്ട് വാങ്ങുന്നതിന് വേണ്ടിയിട്ടല്ലേ ഒരു പാലമായി ഇപ്പോഴും RSSൽ പ്രവർത്തിക്കുന്ന സന്ദീപ് വാര്യരെ കൂട്ടി നടക്കുന്നത്? ഞാൻ RSS അല്ലാന്ന് ഇപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടോ? RSSന് വേണ്ടി അദ്ദേഹം കൊടുത്ത ഭൂമി തിരിച്ചു പിടിക്കുന്നുണ്ടോ? കേരളത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ കോൺഗ്രസിൽ നിന്നുകൊണ്ട് ഒരു RSSന്റെ പ്രവർത്തകൻ പ്രവർത്തിക്കുന്നത്? അത് അല്ല, അതിനെ സംബന്ധിച്ച് ഞങ്ങൾ പരിശോധിച്ചിട്ടില്ല. അത് നിങ്ങൾ കുറേ ആൾക്കാർ അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ വിവാദങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കിയതൊന്നുമല്ല. പറഞ്ഞ മനസ്സിലായില്ലേ? വിവാദങ്ങളെല്ലാം അവരുണ്ടാക്കിയിട്ടുള്ളതാണ്. ആ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഞങ്ങൾ മറുപടി പറയാൻ നിർബന്ധിക്കപ്പെടും. അത്രേ ഉള്ളൂ. പാലക്കാട് പാർട്ടി അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടൊന്നും. ഇനി എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പരിശോധിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. സന്ദീപ് വാര്യർ നല്ല വ്യക്തിത്വമാണെന്നും അതാണ് നിങ്ങളൊരു തെറ്റിദ്ധാരണ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ പറഞ്ഞത് അത് ആദ്യം മനസ്സിലാക്കിക്കോളൂ. ഒരു ട്രാൻസിഷൻ സ്റ്റേജിൽ ഞങ്ങളുടെ കൂടെ വരുന്ന ഒരാൾക്ക് അത് ശരി. ശരി, CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. പാലക്കാട് തെറ്റിയിട്ടില്ല, പാലക്കാട് സരിൻ വോട്ടുയർത്തി. പിന്നെ സ്വാഭാവികമായിട്ട് മറ്റ് മുന്നണികൾക്കെതിരെയുള്ള വിമർശനങ്ങൾ, ഇടതുപക്ഷത്തിൻ്റെ വോട്ട് പാലക്കാട് നഷ്ടപ്പെട്ടിട്ടില്ല, പാലക്കാട് വടകര ഡീലിൻ്റെ തുടർച്ച തുടങ്ങിയ വിമർശനങ്ങൾ നടത്തുകയായിരുന്നു AK ബാലൻ.